2024 പൊതുതിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ദേശീയ തലത്തിൽ NDA അധികാരത്തിൽ വരുമോ അതോ ഇന്ത്യ മുന്നണി വരുമോ? പ്രതീക്ഷകളോടൊപ്പം തന്നെ ആശങ്കകളും ഏറെയാണ്. നമുക്ക് ചോദിക്കാം വോട്ടർമാരോട് തന്നെ. കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന ആരായിരിക്കും? ഇന്ത്യ മുന്നണി ആയിരിക്കുമോ BJP ആയിരിക്കും? BJP ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 99% മോഡിക്കാണ് അവിടെ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ത്യ മുന്നണിക്ക് 1,00,000 കിട്ടും ആണ് വിശ്വാസം. എന്തുകൊണ്ടാണ് അങ്ങനെ? പണ്ട് തൊട്ടേ അങ്ങനെയാ. പിന്നെ ഒത്തിരി ജാതി പക്ഷപാതമൊക്കെ കാണിക്കുന്നത് കൊണ്ട് അപ്പോൾ അതൊരു ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറിയ ഈ ഒരു അവസ്ഥയ്ക്കൊക്കെ മാറ്റം വ്യത്യാസം വരും. അത് വ്യത്യാസം വരും, എത്രയായാലും വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ശുഭപ്രതീക്ഷയിലാണ്. ഇന്ത്യ മുന്നണി വന്നാലും BJP വന്നാലും ഇന്ത്യക്ക് അപകടം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. കാരണം BJP ഒരിക്കലും വരുന്ന ആഗ്രഹിക്കുന്നതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴത്തെ വികസന കാര്യങ്ങളൊക്കെ നല്ല. BJP തന്നെ അധികാരത്തിൽ വരുന്നുണ്ട്. BJP തന്നെ ഭരിക്കുള്ളൂ. ഇന്ത്യ മുന്നണിക്ക് സാധ്യതയില്ല. ഇല്ല ഇല്ല ഇല്ല. അതെന്താ അങ്ങനെ? സാധ്യതയില്ലാത്തെന്ന് പറഞ്ഞാൽ അതൊക്കെ തല്ലിക്കൂട്ടിയ പരിപാടിയല്ലേ അടുത്ത. അപ്പോൾ നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്രയും നാൾ ചെയ്തതിൽ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്? കൂടുതൽ ഇത്രയും കാലം എന്താണോ ചെയ്തത് അത് തന്നെ എന്താ പറയുക, റിപ്പീറ്റ് ചെയ്ത് പോയാൽ നല്ലത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു മാറ്റം വരണമല്ലോ. വികസനം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വികസനം പല സംസ്ഥാനങ്ങളിലും വികസനം കാണുന്നുണ്ട് BJP ചെയ്യുന്നതായിട്ട്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്ത് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ നല്ല ഭരണം വരിക, ആൾക്കാർക്ക് നല്ലത് ഉണ്ടാവുന്ന ഭരണം മാത്രം വരിക. അതിപ്പോൾ ആര് ഭരിച്ചാലും കുഴപ്പമില്ല, നല്ലത് കൊണ്ടുവരാം സമൂഹത്തിൽ. ഓക്കെ ഓക്കെ. മുല്ലപ്പെരിയാർ ഓക്കെ ആണെങ്കിൽ ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇപ്പം ചേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ കോൺഗ്രസിൽ നല്ലൊരു നേതൃത്വത്തോടു കൂടിയുള്ള ഭരണം വരികയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയാം? ഇന്ത്യ പേരായി സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സാമൂഹിക അരക്ഷിതാവസ്ഥയുണ്ടല്ലോ, അതൊന്ന് മാറ്റം വരും. പിന്നെ വെച്ചാൽ നമുക്ക് വിലക്കയറ്റം പിടിച്ചിർത്താൻ വരും തോന്നുന്നുണ്ട്. പിന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ടുള്ളൊരു നല്ല ബന്ധം നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു.